ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ ട്രാവൽ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പം ഇന്ന് ചെറിയൊരു യാത്രയുടെ ഭാഗമായിട്ടുള്ള ഒരു വ്ളോഗാണ് ചെയ്യുന്നത്. നമ്മളൊരു കൂട്ടുകാരൻ്റെ ജോലി ആവശ്യത്തിനായിട്ട് പോയി സംസാരിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിയിലൂടെയുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ നിങ്ങൾ ഈ വിഷ്വൽസിലൂടെ കണ്ടിരിക്കുന്ന സ്ഥലമാണ് ഖമീസിൽ നിന്നും നജ്റാൻ പോകുന്ന വഴിയുള്ള സറാത്ത് അബീദ എന്ന സ്ഥലമാണ്. ഖമീസിൽ നിന്നും ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്താൽ എത്തിപ്പെടുന്ന സ്ഥലമാണ് സറാത്ത് അബീദ. ഞങ്ങൾ ഏകദേശം 5:30 മണി സമയത്താണ് അസറിന് ശേഷം ഖമീസിൽ നിന്നും പുറപ്പെട്ടത്. ഇപ്പോൾ ഏകദേശം ഇവിടെ 6:30 മണിയായി, മഗ്‌രിബിൻ്റെ സമയമായിട്ടുണ്ട്. ആ പോകുന്ന വഴിയിലുള്ള ഒരു പള്ളിയിൽ കയറി മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടി കയറി. ഈ പള്ളി ഏകദേശം ഒരു പുതിയ പള്ളിയാണെന്നാണ് തോന്നുന്നത്. കണ്ടില്ല, നല്ല ഭംഗിയുണ്ട് പള്ളിയെ കാണാൻ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂടുതൽ വിഷ്വൽസ് പള്ളിയുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നല്ല അടിപൊളിയാണ്ട് മിനാരവും കാര്യങ്ങളും അടിപൊളി നല്ല കളർ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് പള്ളി. അകമാണെങ്കിലും നല്ല അടിപൊളി കാർപ്പറ്റും പുതിയതായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ നല്ല രീതിയിൽ സൂക്ഷിക്കുന്നുണ്ട്, നല്ല വൃത്തിയിൽ സൂക്ഷിക്കുന്നുണ്ട് അവർ. നിസ്കാരമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി പള്ളിയുടെ പുറത്തുള്ള കുറച്ച് വിഷ്വൽസ് കൂടി രാത്രിയിലത്തെ ഒന്നും പാടി ഉൾപ്പെടുത്തി. നല്ല ഭംഗിയുണ്ട്, അടിപൊളിയായിട്ടുണ്ട് ഇന്നലെ കാണാൻ പള്ളി. ഞങ്ങൾക്ക് ജോലിയുടെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നതും പള്ളിയുടെ അടുത്ത് തന്നെ ആയിരുന്നു. ആ കാര്യങ്ങളൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീണ്ടും ഖമീസിലേക്കുള്ള യാത്രയാണ്. എൻ്റെ കൂടെ വേറെ 2 പേരും കൂടെ ഉണ്ട്. അത് 2 പേർക്ക് വീഡിയോയിൽ വരാൻ വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരായതുകൊണ്ട് തന്നെ അവരെ വല്ലാണ്ട് ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. പിന്നെ ഞങ്ങൾ അത്യാവശ്യമായിട്ട് ഞങ്ങൾക്ക് ചായ കുടിക്കണം എന്നുള്ള ആഗ്രഹം കുറച്ച് നേരമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി അടുത്തായിട്ട് ഞങ്ങൾ ചായ കുടിക്കാനുള്ള പ്ലാനാണ്. അങ്ങനെ തിരഞ്ഞ് ഞങ്ങളൊരു ചായ ഒക്കെ കിട്ടുന്ന ഒരു ബൂഫിയ കണ്ടെത്തിയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് നേരം മലയാളി ബൂഫിയ കിട്ടുമെന്ന് നോക്കി. കിട്ടിയത് ഞങ്ങൾക്ക് ബംഗാളി ബൂഫിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ പോലത്തെ കടികളല്ല, ബംഗ്ലാദേശി ഐറ്റംസൊക്കെ കിട്ടുക ഇവിടെ. അങ്ങനെ ഞങ്ങൾക്കുള്ള ചായ ഒക്കെ റെഡിയായി. ചായ റെഡിയാക്കണേ. അങ്ങനെ ഓരോ ചായയും കൂട്ടുകാരൻ്റെ ആഗ്രഹപ്രകാരം ഓരോ വടയും കഴിച്ച്. പിന്നെ എൻ്റെ ഡ്രസ്സുകൾ കാണുന്നുണ്ടാവും, അത്യാവശ്യം നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ, മഴയൊക്കെ പെയ്തിട്ട്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ഡ്രസ്സുകൾക്ക് അത്യാവശ്യം ജാക്കറ്റും തൊപ്പിയൊക്കെ ഇട്ടിരിക്കുന്നത്. അങ്ങനെ ചായ കുടിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ പയ്യെ ഞങ്ങൾ തിരിച്ച് വണ്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ഡ്രൈവ് ചെയ്യാന്നുള്ള ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് അങ്ങനെ ഞാൻ ഡ്രൈവർ സീറ്റിൽ കയറി. നമ്മളെ കൂട്ടുകാരൻ്റെ വണ്ടിയാണ്, പുതിയ വണ്ടിയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കി ടെസ്റ്റ് അടിക്കാന്നുള്ള ലെവലിൽ അങ്ങനെ ഞാൻ കയറിയിരുന്നു. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സറാത്ത് അബീദ ടൗണിലൂടെയാണ്. ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂർ യാത്ര ഉണ്ട് ഇനി ഖമീസിലേക്ക്. കുറച്ച് മുമ്പ് വരെ ഇപ്പോൾ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗത്തൊക്കെ 1 വേ ആക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് മുമ്പ് ഏകദേശം ഒരു 2-3 മാസം മുമ്പൊക്കെ ഞാൻ ഈ വഴിയിൽ വന്ന സമയത്ത് ഇവിടെ 1 വേ ആയിരുന്നു. ഇപ്പോൾ വീണ്ടും റോഡൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പണി കഴിച്ച് വീതിയൊക്കെ കൂട്ടി വീണ്ടും 2 ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2 സൈഡിലൂടെ വണ്ടി പോകുന്നുണ്ട്. ആദ്യം റൗണ്ട് ബോൾട്ടിൻ്റെ അവിടെ നിന്ന് റൈറ്റ് കയറി കുറച്ച് ഒഴിഞ്ഞൊരു ബൈപ്പാസ് വഴി അങ്ങനെ പോയിട്ട് അപ്പുറം കടക്കലായിരുന്നു. ഇപ്പോൾ വീണ്ടും അത് 2 ആയിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗതാഗതം ഒന്നും പാടി നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ആദ്യം ഇച്ചിരി കറങ്ങി തിരിഞ്ഞ് വരണമായിരുന്നു. ഇനി ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് പോണ വഴിയിൽ ചെറിയൊരു ഷോപ്പിംഗ് ചെയ്യണമെന്നുണ്ട്. 1-2 സാധനങ്ങൾ വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. പോണ വഴിയിലുള്ള ഒരു ഡ്രസ്സും ഒരുവിധം എല്ലാ സാധനങ്ങളും ഐറ്റംസ് ലഭിക്കുന്നൊരു കടയിൽ കയറി ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി നമ്മളെ കൂട്ടുകാരനാണ് പോക്കറ്റിലൊക്കെ ആയിട്ട് നോക്കുന്നുണ്ട്, എന്തെങ്കിലും ചില്ലറ കിട്ടുമോ നോക്കുകയാണോ അറിയില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് സംഭവങ്ങളൊക്കെ ചെക്ക് ചെയ്ത് 1-2 സാധനങ്ങളൊക്കെ വാങ്ങിച്ച്. പിന്നെ ഇവിടെ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് തന്നെ മിക്കവാറും ഡ്രസ്സും തണുപ്പിൽ ഉപയോഗിക്കുന്നതും മറ്റേ ഐറ്റംസൊക്കെ ഉണ്ട്. അങ്ങനെ പർച്ചേസിങ് തകൃതി നടക്കുന്നുണ്ട്. അപ്പോൾ
എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. കൂടെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്കും എത്തുന്നതായിരിക്കും. അങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഒരു ടീഷർട്ട് ഉണ്ട്, ഡബിൾ ക്യാപ്പുള്ള ഒരു ടീഷർട്ട്. അപ്പോൾ അതിനെ ചൊല്ലി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു എന്തുകൊണ്ടാണ് അത് വന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച്, തണുപ്പിൻ്റെ നല്ല കാടിനുള്ള തണുപ്പൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യാനുള്ളതായിരിക്കും എന്ന് കരുതണം. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നല്ല അടിപൊളി ക്യാപ്പിൻ്റെ കളക്ഷൻസ് കുറച്ച് കണ്ട്, അപ്പോൾ അതും കൂടെ കാണിച്ച്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോയിലുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഇതിന് പ്രത്യേക ഒരു ക്ലൈമാക്സ് ഒന്നുമില്ല. ഇവിടെ വെച്ച് പയ്യെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും, വീഡിയോ കണ്ട എല്ലാവർക്കും പ്രത്യേകം നന്ദി.